പിന്നെ അയ്യോ വന്നിട്ട് പിന്നെയും പോയതാ. കെട്ടാൻ എങ്ങനെയാണ് അവിടെ ഇട്ടേര്. എന്നോട് പ്രോമിസ് ചെയ്തായിരുന്നു ഇന്നലെ ബിസ്ക്കറ്റ് ബുക്ക് കൊടുത്ത് 2-3 ബിസ്ക്കറ്റ് കൊടുത്തു. ഇത് 3 ബിസ്ക്കറ്റ് എന്തിനാ ഉറുമ്പിന് തിന്നാനാണ്. രാമരാമു അല്ല അമ്മനെ കയറി പോയല്ലോ നോക്കട്ടെ. ഇല്ല ഞാൻ പോയി മതി. ഇവിടെയും പാല് എന്താ പാല സൂര്യ എന്തോ സൂര്യല്ലേ എന്തോ വക്കീല് വന്നോ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തോ കൊണ്ടുവരാൻ വന്നതേ ഉള്ളൂ ഇന്ന്. പിന്നെ ജാലിക്കുട്ടി അവിടെ കയറി. അന്നേരം മഴ ചാറ്റലും ഒക്കെ ആയിട്ട് കുറച്ചു നേരം അവിടെ അങ്ങ് ഇരുന്ന് പോയി. മഴയത്ത് വരാൻ വയ്യായിരുന്നു. കാരണം ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര തുമ്മലും ചുമയും ഭയങ്കര അസ്വസ്ഥത കേട്ടോ. അതുകൊണ്ട് എനിക്കങ്ങ് ചാറ്റമഴ നനഞ്ഞിട്ട് ഇനി അത് കൂടണ്ട എന്ന് വിചാരിച്ചു അവിടെ ഇരുന്ന് മഴ തോർന്നു. എന്നിട്ടും ചെറിയ ചാറ്റലുണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് പോന്നപ്പോൾ. മോനിക്കുട്ടനെ ട്യൂഷന് വിട്ടേക്കുമല്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് വിളിക്കാൻ സമയവും കുറേ ആയായിരുന്നു. അതുകൊണ്ട് പോരുന്നു. പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മാത്രമേ മേടിച്ചോളൂ, വേറൊന്നും മേടിച്ചില്ല. പിന്നെ ഇഞ്ചി തീർന്നായിരുന്നേ. ഇഞ്ചിയും ബീട്രൂട്ടും പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് വന്നത്. പിന്നെ ഇന്ന് അടുക്കളയിലെ പണികള്, ചോറും രാവിലെ ചിക്കൻ കറി വെച്ചായിരുന്നു, അതൊക്കെ ഇരിപ്പുണ്ട്. ഇന്ന് ഞാൻ എന്തായാലും ചീമച്ചക്ക മെഴുക്കുവരട്ടി വെച്ചേ ചോറുണ്ടത്തുള്ളൂ. ഇന്നലെ വാങ്ങിച്ച നെല്ലിക്ക ഞാൻ രാവിലെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടാ പോകുന്നത്. അതൊന്ന് ഉപ്പിലിടണം. വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, തണുത്ത് റെഡിയായിട്ടിരിപ്പുണ്ട്. അപ്പം ഇന്ന് നെല്ലിക്കായി ഉപ്പിലിട്ട് ചീമച്ചക്കയും മെഴുക്കുവരട്ടി വെക്കണം. എനിക്ക് വേണ്ട, ബീട്രൂട്ട് ജ്യൂസ് അടിച്ചത് എനിക്ക് വേണം. ജിമ്മിന് പോകുന്നതിന് മുമ്പേ കുടിച്ചിട്ട് പോകേണ്ടതായിരുന്നു. അത് കറണ്ട് പോയ കാരണം അത് പിന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് വന്നത്. വന്നപ്പോഴേ അതെടുത്ത് ജ്യൂസാക്കി കുടിച്ചു. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന പലരും ചിരിച്ചൊക്കെ കാണിച്ചിട്ട് പോയി, പരിചയപ്പെട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ അടുക്കളയിലെ പണികള് ഞാൻ പറഞ്ഞില്ല, അത് രണ്ടും ഉള്ളൂ. മുത്തിന് റവ ഉപ്പുമാവിരിപ്പുണ്ട്, അതിന് ചിക്കൻ കറി കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. മെഴുക്കുവരട്ടിയും വെച്ച് ഇതും റെഡിയാക്കി. ഏതാ പാട്ട് പാടിയേ? ഒരു പാട്ടിപ്പൊ പാടിയായിരുന്നല്ലോ. ഇതൊക്കെ എവിടെ കൊണ്ടുപോയതാ? ചീമച്ചക്ക ചെത്ത. അധികം വിളഞ്ഞതല്ല. നല്ല രാത്രിയിലും
ഇന്ന് പകലും ഒക്കെ മഴയില്ലാതെ ഇടി മുഴങ്ങത്തില്ലേ, ഭയങ്കര ഇടിമുഴക്കമായിരുന്നു കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നോന്ന് പറയണേ. രാത്രിയില് ഞാന് എപ്പോഴോ ഉറക്കത്തിൽ നിന്ന് ഞാനും എണ്ണിച്ചു അമ്മ കേട്ടു. ഇല്ല, ഒരാളേ ഉള്ളു. ഇല്ല. സുചേച്ചി വിളിക്കുവാ കേട്ടോ. വരുന്നു. ആദ്യമുള്ള ദിവസം അമ്മ ചക്ക വെട്ടിയിട്ട് ഇരിക്കുക ഇവിടെ. എന്തുവാ ചക്ക ചീമച്ചക്ക ചെത്തുവായിരുന്നേ. കയ്യിലെല്ലാം കറയാ. മെഴുക്കുവരട്ടി വെക്കാൻ. അതല്ല സുചേച്ചി, 5 മണിക്ക് അലാറം വെച്ചേക്കും. എന്നിട്ട് 5 മണി തൊട്ട് 5:15, 5:30, 6 മണി, 6:30 ഇത് കിടന്ന് അലാറം അടിക്കുവേ. എഴുന്നേക്കത്തില്ല സുചേച്ചി, എന്റെ ഉറക്കം കളയവാ. എനിക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോ ഉറങ്ങാനൊക്കത്തില്ല. ഞാൻ കുറെ തവണ പറഞ്ഞു ഈ അലാറം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നീ രാവിലെ എഴുന്നേക്കണം. സുചേച്ചി വിളിച്ച് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ മെഴുക്കുവരട്ടി അടുപ്പേ വെച്ച് കേട്ടോ. സമയം കുറച്ചധികമായി. പിന്നെ ഇത് മുത്തിന് കഴിക്കാനുള്ള ഉപ്പുമാവ്, ചിക്കൻ കറി, പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടു. വലിയൊരു കുപ്പിയും കൂടെ ഉണ്ട്. ഇത് അതിനകത്ത് കൊള്ളാത്തത് ഞാൻ ഇതിനകത്ത് ഇട്ടതാ കേട്ടോ. ഇതുപോലത്തെ ഒരു വലിയ കുപ്പിയില് കുറച്ചധികം വെച്ചിട്ടുണ്ട്. ഇന്ന് നോക്കാം. ഇടയ്ക്ക് നോക്കിയപ്പം ഇച്ചിരി ഉപ്പൊക്കെ കുറവുണ്ടായിരുന്നു. അത് റെഡി ആയെങ്കിൽ നമുക്ക് അത്താഴം വിളമ്പാം. സുചേച്ചി മീനിന്റെ കാര്യമൊക്കെ പറയുമായിരുന്നു. അവിടെ ഷാജാനാണെങ്കിൽ ഹാർബറിൽ പോയി മീൻ മേടിച്ച കാര്യം പറഞ്ഞേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകളില്ലേ, പല സൈസിലെ മിക്സിങ്, അങ്ങനെ അതെല്ലാം കൂടെ മേടിച്ച കാര്യം പറഞ്ഞേട്ടോ. ഇവിടെ നമുക്ക് അങ്ങനെ പോലും മേടിക്കാൻ കിട്ടത്തില്ല. മെഴുക്കുവരട്ടിയൊക്കെ ആയി. നമുക്കിനി ഇച്ചിരി മീറ്റ് മസാലയും കൂടെ അതിനകത്തിട്ട് ഇളക്കി വിളമ്പാം. രാത്രി ശരിക്കും ഞാൻ പേടിച്ചു പോയി. അതാണ് വലിയ എന്തോ കല്ല് ഉരുണ്ട് വരുന്ന പോലുള്ള ശബ്ദം കേൾക്കും. ഞാൻ വിചാരിക്കും എന്തോ ഈ ശബ്ദം. ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ടേ. എന്നിട്ട് പിന്നെ ഇത് തന്നെ കേൾക്കുവോ. വീണ്ടും ഉറങ്ങിപ്പോവും, പിന്നെ ഇത് തന്നെ കേൾക്കുവാണേ. പിന്നെ ഞാൻ എഴുന്നേറ്റിരുന്ന് കുറച്ച് ചെവി ഓർത്തപ്പോഴാണ് മഴയാണ്, ഇടി മുഴങ്ങുവാണെന്നുള്ളതൊക്കെ മനസ്സിലായത്. പിന്നെ വന്ന് ഈ ഫ്രിഡ്ജും മിക്സിയും അതെല്ലാം ഊരി ഇട്ടിട്ട് പോയി കിടന്ന് പിന്നെ ഉറങ്ങി. ഇച്ചിരി നേരം അത് അടച്ചു വെക്കണം. ഇനി നമുക്ക് വിളമ്പാം. മുത്തിനുള്ളത് ഉപ്പുമാവ്, പിന്നെ ചിക്കൻ കറി, നമ്മുടെ മെഴുക്കുവരട്ടി. കാണാതെ കിടക്കോ? ഇല്ലില്ല. ചോറും മെഴുക്കുവരട്ടി ഞാൻ വിളമ്പി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു ഡ്യൂട്ടി വന്നു, അതിന് പോയതാണ്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. ഇൻകം സർട്ടിഫിക്കറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു മെസ്സേജ് വന്നു, അത് നോക്കാനൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ചിന്തയിലായിപ്പോയി ഞാൻ. അപ്പോൾ പിന്നെന്താണ് വിശേഷങ്ങൾ? എൻ്റെ പ്രിയങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മനസ്സിവിടെ എങ്ങും അല്ല എൻ്റെ പ്രിയങ്ങളെ. ക്ലിയർ ആവട്ടെ. എൻ്റെ പ്രിയങ്ങളോട് നല്ല നല്ല വിശേഷങ്ങൾ പറയാട്ടോ. ഇപ്പം ആകെപ്പാടെ ഒരുമാതിരി അവസ്ഥയിലാണ്. അതുകൊണ്ടാണ്
ഇന്നത്തെ അത്താഴം ഇതൊക്കെയാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് വിശേഷങ്ങൾ പറയാനുള്ള ഒരു മനസ്സ് തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ കൊച്ചു കൊച്ചു വീഡിയോ ആയി പോകുന്നത്. എല്ലാം ക്ലിയർ ആവും. ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നതാണേ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ടാറ്റാ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.